മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു. ദി അമേരിക്കൻ പാർട്ടി എന്നാണ് പുതിയ സംഘടനയുടെ പേര് നൽകിയിരിക്കുന്നത്. വിവാദമായ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ ട്രംപ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യം തിരിച്ചു നൽകാൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ചേരുന്നുണ്ട്. ഐസൻ, കഴിഞ്ഞ ദിവസമാണ് ഇലോൺ മസ്ക് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ദ അമേരിക്കൻ പാർട്ടി എന്ന പേര് നൽകി പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ദൃശ്യ ഇക്കഴിഞ്ഞ ദിവസം, അതായത് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വന്തം പാർട്ടി പ്രഖ്യാപിക്കുമെന്നൊരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ തന്നെ ഇലോൺ മസ്ക് ഒരു പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനം തന്നെ നേരത്തെ നമുക്കറിയാമായിരുന്നു. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി മേധാവി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുണ്ടായ കാരണം തന്നെ ഈ പുതിയ കടപരിധി ഉയർത്തുന്നതിനും കൂടുതൽ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ബിൽ ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് ഒപ്പുവെച്ചിരുന്നു. 2 സഭകളും, അതായത് പാർലമെന്റിന്റെ സെനറ്റും US കോൺഗ്രസിന്റെ സെനറ്റും അതുപോലെ തന്നെ പ്രതിനിധി സഭയും ഈ ബിൽ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഒപ്പുവെക്കുകയും ബിൽ നിയമമാവുകയും ചെയ്തത്. ബിൽ പാസ്സാക്കുന്ന നിമിഷം പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് നേരത്തെ നൽകിയിരുന്നത്. ഈ 2 സഭകളും പാസ്സാക്കുകയും ബിൽ അംഗീകരിക്കുകയും ചെയ്തതോടെയാണ് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിനുള്ളൊരു തീരുമാനം ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. ഈ കടപരിധി ഉയർത്തുന്നതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു ഇലോൺ മസ്ക്. ഈ എതിർപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് അമേരിക്കയുടെ സ്വാതന്ത്ര്യം തിരിച്ചു നൽകാൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നു എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. വലിയ തോതിൽ ബാധ്യതകൾക്ക് അടിമപ്പെടാനുമുള്ള ഒരു സാധ്യതയിലേക്ക് അമേരിക്കയെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായും അദ്ദേഹം ചില സമൂഹ മാധ്യമ പോസ്റ്റുകളെല്ലാം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലൊരു അഭിപ്രായ വോട്ടെടുപ്പിന് സമാനമായി ചില അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിൽ 65% പേരും പുതിയ പാർട്ടി രൂപീകരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചതായും അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ദി അമേരിക്ക പാർട്ടി എന്ന പേരിലാണ് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. പാർട്ടി രൂപീകരിക്കുന്നത് സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. $5 ട്രില്യൺ കടപരിധി ഉയർത്തുന്നതും അതുപോലെ തന്നെ ചെലവാക്കുന്നത് സംബന്ധിച്ച് പുതിയ ബിൽ നടപ്പാക്കുന്നതുമാണ് ഈ വിവാദത്തിലേക്ക് നീങ്ങിയതും. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജിന്റെ മേധാവി സ്ഥാനം രാജിവെക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ അജണ്ട ഏത്, തുടർ നയങ്ങൾ ഏത് എന്നെല്ലാം തന്നെയുള്ള വിശദമായ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ട്രംപിനെ ശക്തമായ ഒരു എതിരാളിയാവുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 പാർട്ടികളെയും, ഡെമോക്രാറ്റുകളെയും റിപ്പബ്ലിക്കിനെയും ഒരു പാർട്ടി എന്ന രീതിയിലാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരേ ആശയങ്ങളുള്ള പാർട്ടി എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഏക പാർട്ടിയിൽ നിന്നും 2 പാർട്ടിയിലേക്ക് നീങ്ങാനുള്ള ഒരു അവസരം എന്ന രീതിയിലൊക്കെ പരിഹാസപൂർവ്വേന എങ്കിൽ കൂടി വിശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു മത്സരം ട്രംപിനെതിരെ നടത്തുക എന്നൊരു നീക്കം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മാത്രമല്ല ഇലോൺ മസ്ക് നമുക്കറിയാവുന്നതാണ് 2022 അദ്ദേഹം അമേരിക്കയുടെ പൗരത്വം സ്വീകരിക്കുന്നത്. 2002 അദ്ദേഹം അമേരിക്കയുടെ പൗരത്വം സ്വീകരിക്കുന്നത്. അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച അദ്ദേഹം അമേരിക്കയിലെത്തി വൻ ബിസിനസ്സുകൾ ആരംഭിക്കുകയായിരുന്നു. ടെസ്ല, അതുപോലെ തന്നെ സ്പേസ് എക്സ് തുടങ്ങിയ സംവിധാനങ്ങൾ, സ്റ്റാർലിങ്ക് തുടങ്ങിയ നെറ്റ്വർക്ക് സംവിധാനങ്ങൾ, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നിക്ഷേപം നടത്തിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ വലിയൊരു ബില്യണയർ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള സംഭാവനകളിലൂടെയാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭ്യമാവുകയും ചെയ്തത്. അത്തരത്തിലുള്ള വലിയ തോതിൽ സഹായധനം നൽകുകയൊക്കെ ചെയ്തൊരു വ്യക്തി കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇലോൺ മസ്ക് ഈ ട്രംപുമായി എതിർക്കുന്നതും വിട്ടുപോകുന്നതും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം ട്രംപിനെതിരായ നീക്കങ്ങളും ഇലോൺ മസ്കിനെതിരായ ചില നീക്കങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇലോൺ മസ്കിനെതിരായ ഏറ്റവും സുപ്രധാന നീക്കം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ടെസ്ല, അതുപോലെ തന്നെ സ്പേസ് എക്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സബ്സിഡി പുനഃപരിശോധിക്കണമെന്ന നിർദ്ദേശം നേരത്തെ ട്രംപ് നൽകിയിരുന്നു. ഇന്ന് ഒരു ചോദ്യത്തിന്, അതായത് ഇലോൺ മസ്കിനെ ഡീപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ നാടുകടത്തുമോ എന്ന ചോദ്യത്തിന് വ്യക്തമാണ്. ഇലോൺ മസ്ക് ഇപ്പോൾ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് അമേരിക്കൻ പാർട്ടി എന്ന പേരിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം തിരിച്ചു നൽകൽ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മസ്ക് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്.